ഐറിസ് കുട്ടി, അതെ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു ഭംഗിയായത്. ഒരു ഐറിഷ് കുട്ടിയെ പോലെ ഉണ്ട്. ശരിക്കും മക്കളെ, ഏത് പാട്ടാ പാടുന്നു? ഡെഡിക്കേഷൻ സ്നേഹസ്വരൂപനാഥ. ചിത്രം പ്രിയം. ബാക്കി പാടിയത് ചിത്ര ആന്റി. മ്യൂസിക് ബർണി സാർ. മദ്രാസിൽ എങ്ങനെ പറയണേ? ഇവളല്ലേ മോഹൻ ലൈല. ബെർണി അല്ല മോളെ, ബേണി. ബേണി ഇഗ്നീഷ്യസ്. സാരമില്ല, ബേണി ഇഗ്നീഷ്യസ്. ഓക്കെ. എഴുതിയത് രമേശ് നായർ സർ. ഈ വർഷം 1996. 2000 അല്ലേ? 2000 ഇല്ലേ? തെറ്റാണത്. എഴുതിയത് അമ്മ കണ്ടുപത്തി. അമ്മ കൈ കഴുകി. ഡെഡിക്കേഷൻ ഉണ്ടല്ലേ? ആർക്ക് വേണ്ടിട്ടാ? എന്റെ സിസ്റ്റർ അയറിന് വേണ്ടി. എനിക്ക് തോന്നുന്നു മോടെ അമ്മയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ടല്ലേ? കഥകളെല്ലാം അമ്മ പറയും. ഐറിസ് ജനിച്ചപ്പോൾ തൊട്ട് സ്കിൻ അലർജി ഉണ്ട്. ഐറിസിന്റെ അസുഖത്തിന്റെ പേര് എക്സീമിയ എന്നാണ്. ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന് ഞങ്ങൾ കിട്ടിയ ഞങ്ങളുടെ കുഞ്ഞാണ്. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. ജനിച്ച് 14 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഐറിസിന് എക്സീമിയ എന്ന് പറഞ്ഞൊരു സ്കിൻ അലർജി ഉണ്ടെന്ന്. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. അവരെല്ലാം തന്നെ പറഞ്ഞത് ഒരു പ്രായം വരെ കുഞ്ഞിനുണ്ടായിരിക്കും, പിന്നെ ഇമ്മ്യൂണിറ്റി വരുന്നതനുസരിച്ച് മാറുമെന്നാണ് പറഞ്ഞത്. 2-2.5 വർഷക്കാലം എൻ്റെ കുഞ്ഞ് അനുഭവിച്ചത് എന്തോളമാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. രാവും പകലും കുഞ്ഞ് തല മുതൽ കാല് വരെ ചൊറിഞ്ഞ് പൊട്ടിച്ച് അവൾക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഐറിസിന് ഈ അസുഖം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോകത്തില്ലായിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ തന്നെയായിരുന്നു. കാരണം കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ദേഹമെല്ലാം പ്രായമുള്ളവരുടെ സ്കിന്ന് പോലെ ഒരു കുഞ്ഞിൻ്റെ സ്കിന്നല്ലായിരുന്നു. കുഞ്ഞ് ഒരുപാട് പള്ളിയിൽ അടിമയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളൊന്നേ ആഗ്രഹിച്ചുള്ളൂ, ഒരു ദിവസം അവളൊന്ന് ഉറങ്ങുന്ന കാണാനാണ്. പല രാത്രികളിലും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇനി എന്തോ ചെയ്യും, എവിടെ കാണിക്കുമെന്ന് വരെ ചിന്തിച്ച ദിവസങ്ങളുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയറിൻ വരുന്നത്. അയറിൻ വന്നതിന് ശേഷമാണ് ഐറിസിന് ഒരു ചേഞ്ചസ് ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. അവൾ കൂടുതൽ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ചൊറിച്ചിലിൽ നിന്ന് അവൾക്ക് ഇച്ചിരി കുറവ് കാണാൻ തുടങ്ങി. അവൾ ആദ്യമായിട്ട് അയറിനാണ് പാട്ട് പാടി കൊടുക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നത്. ഐറിസ് ഇന്നിവിടെ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് അയറിനുമുണ്ട്. പിന്നെ ഞങ്ങൾ ആരെയും കാണിക്കാതെ ഞങ്ങളുടെ ഒരു മുറിയിൽ തന്നെ വളർത്തിയ ഞങ്ങളുടെ കുഞ്ഞ് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടെ ഉണ്ട്. അവൾക്ക് ഇത്രയും സൗഖ്യം കൊടുത്ത ദൈവത്തിനും പിന്നെ അവൾക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിയ അയറിനും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവൾ ഇന്ന് ഈ സോങ് പാടുന്നത്. നിങ്ങളുടെ പാട്ട് കേൾക്കുന്നു, നിങ്ങളുടെ അടിപൊളി ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ അറിയണം. പക്ഷെ കുറച്ച് കൂടുതൽ അറിയുന്ന കുറച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം നമുക്ക് നോക്കുമ്പോൾ സ്കിൻ അലർജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. ഒന്ന് ആലോചിക്കും, നമ്മുടെ ഏതെങ്കിലും ഒരു ഫുഡ് പോലും നമുക്ക് പറ്റാണ്ടാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അനുഭവിക്കുന്ന വിഷമം. അപ്പൊ ഈ ഒരൊറ്റ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് അവർ പുറത്തു പോകാതെ ഓരോ ഫുഡിനും പ്രശ്നം, ചൊറിച്ചില് കാര്യങ്ങൾ വരുമ്പോൾ നിസ്സാര പ്രശ്നമല്ല ആ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേടാ? ഇപ്പൊ ഹാപ്പി അല്ലേ? ഇപ്പൊ ഹാപ്പി ആവാനുള്ള കാരണം അനീത്തിക്കുട്ടിയാണോ? ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇപ്പൊ എല്ലാ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നില്ലേ? അത്യാവശ്യം. അപ്പൊ അനീത്തിക്കുട്ടിക്ക് വേണ്ടിയാണ് മോളി പാട്ട് പാടുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.